അങ്ങനെ ലാലേട്ടൻ്റെ ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗം അങ്ങനെ തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിന് നന്നായിട്ട് നമ്മുടെ ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തത്. പടം റിലീസിന് വന്ന് ഏപ്രിൽ 21 ഓവർസീസിലൊക്കെ സിനിമ ഒരു ദിവസം മുമ്പേ റിലീസ് ചെയ്തതാണ് വൈകുന്നേരത്തോടെ. എന്തായാലും സിനിമേൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല അഭിപ്രായങ്ങൾ പരിശോധിക്കാം നമുക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന്. സിനിമേൻ്റെ മലയാളി ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഓൾമോസ്റ്റ് പോസിറ്റീവ് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഫാമിലി ഓഡിയൻസിനാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും സിനിമേൻ്റെ ആ ഒരു സ്റ്റോറി ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ സിനിമേൻ്റെ ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെ സ്റ്റാർട്ടിങ് നല്ല സ്ലോ ആയിട്ട് സിനിമ കഥയിലോട്ട് വരുന്നു. ഇൻ്റർവെൽ ഒരു അടിപൊളി പഞ്ചിൽ അവസാനിപ്പിക്കും, നല്ല ഹൈപ്പായിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫാണ് ഫുൾ കത്തിക്കൽ. നമ്മുടെ ഈ ഒരു ദൃശ്യം എന്ന ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് സിനിമേനെ തേർഡ് പാർട്ടും വിൽക്കാൻ സാധിക്കുന്നത്. ഈവൻ സിനിമേനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഫാമിലി എൻഗേജിങ് ആയിട്ട്, പിന്നെ സിനിമ ഒന്ന് സ്ലോ ആയിട്ടൊന്ന് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സിനിമേൻ്റെ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ഇമോഷണലായിട്ടും ഡ്രാമയായിട്ടും ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സിനിമയെ കുറിച്ച് പറയുന്നില്ല. സിനിമ കാണുന്ന ഒരു ആസ്വാദനം അത് നല്ലപോലെ ബാധിക്കുന്നതായിരിക്കും. ഇനി സിനിമേൻ്റെ ഈ ട്വിസ്റ്റും അതുപോലെ തന്നെ ടേൺസും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഓരോ എക്സ്പ്രഷൻസും ഈ ഒരു ഇമോഷണലായ സീൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടൻ സൂപ്പർബായിട്ടാണ് സിനിമയിൽ കാഴ്ചവെച്ചതെന്ന് പലരും പറയുന്നുണ്ട് അടുത്ത്. ഈവൻ സിനിമയിൽ ആ ഒരു ഇമോഷണൽ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമയിൽ റൈറ്റിംഗ് അതുപോലെ തന്നെ ഡയറക്ഷൻ നമ്മുടെ ജിത്തു ജോസഫ് നറേഷൻ സൂപ്പർബായിട്ടുണ്ടെന്നും പലരും പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പോസിറ്റീവായ റിപ്പോർട്ടാണ് നിലവിൽ കേൾക്കാൻ സാധിക്കും ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗത്തിന് നിലവിൽ ഇതുവരെയായിട്ട്. പിന്നെ തമിഴ്നാട് അഭിപ്രായങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലും സിനിമയ്ക്കൊരു ഓക്കേഷ് ലെവൽ 1 ടൈം വാച്ചബിൾ പ്രയോറിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആവറേജ് ലെവൽ അഭിപ്രായം തമിഴ്നാട്ടിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സിനിമ ഓൾമോസ്റ്റ് സിനിമേൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അത്ര വരത്തില്ലെന്നും പറയുന്നുണ്ട് തമിഴ്നാട് അഭിപ്രായങ്ങൾ. പിന്നെ എന്തായാലും നമുക്കറിയാം ഈ ഒരു സിനിമ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളൊക്കെ സിനിമ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ട്. ഇതിലാകെ ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സിനിമേൻ്റെ ഹിന്ദി പകർപ്പാണ്. ഹിന്ദി പകർപ്പ് സിനിമേൻ്റെ മലയാളം പകർപ്പ് പോലെയല്ല, കുറച്ച് ഡിഫറൻസ് എന്നാണ് കേൾക്കാൻ സാധിക്കും സിനിമേൻ്റെ കഥയിലോട്ട് വരുമ്പോൾ. എന്തായാലും മലയാളി ഓഡിയൻസിനാണെങ്കിലും തമിഴ് ഓഡിയൻസിനാണെങ്കിലും പിന്നെ തെലുങ്ക്, കന്നഡ ആണെങ്കിലും ഓൾമോസ്റ്റ് ആവറേജ് എന്ന റെസ്പോൺസ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മലയാളി ഓഡിയൻസ് എന്തായാലും സിനിമ തൂക്കി എന്നാണ് പലരും പറയുന്നത്. കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുക. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ദൃശ്യം എന്ന സിനിമേൻ്റെ കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ കൈയിട്ട്. എന്തായാലും പടം കണ്ടവർ മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുക. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ പ്രീ സെയിൽ ഫൈനൽ കളക്ഷൻ എന്തായാലും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിനിമേൻ്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ഓപ്പണിംഗ് പരിശോധിക്കാം നമുക്ക് ഉടൻ തന്നെയായിട്ട്. അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റീൽസ് യൂട്യൂബ് ചാനൽ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഇത് കോമഡിയാണ്. ഈ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സിനിമ ഓൾമോസ്റ്റ് എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു മിക്സ്ഡ് വേണേൽ പറയാം. പക്ഷെ ഒരുത്തൻ വന്നിട്ട് ഈ പടം ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് പോസ്റ്റ് ഇടുന്നുണ്ട് ട്വിറ്ററിലായിട്ട്, അല്ലെങ്കിൽ ട്വീറ്റ് ഇടുന്നുണ്ട്. എന്തുദ്ദേശിച്ചിട്ടാണെന്ന് പുള്ളിക്ക് ഒരു ധാരണയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ കെട്ടെന്ന് കരയുന്നുണ്ട്. എന്തായാലും ഞാൻ അത് ഏത് ഫാൻസിൻ്റെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. എന്തായാലും അങ്ങനെ കരച്ചിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്തായാലും സിനിമ എന്തായാലും ഓപ്പണിംഗ് വീക്കെൻഡ് തന്നെയായിട്ട് ഈ ആഴ്ച തന്നെ 100 കോടിയിലോട്ട് എത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഫാസ്റ്റസ്റ്റ് 100 കോടി എത്ര ദിവസം കൊണ്ടാണെന്നാണ് ഇനി നമുക്ക് എണ്ണിയെടുക്കേണ്ടത്. അത് മാത്രമല്ല നമ്മുടെ മോളിവുഡിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പണിംഗ് ആയി മാറുകയാണ് ദൃശ്യം എന്ന സിനിമേൻ്റെ മൂന്നാം ഭാഗം എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം. എന്തായാലും കാത്തിരിന്ന് ചെയ്യാൻ നമുക്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ നമ്പേഴ്സിനായിട്ട് എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സിനിമേൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളൊക്കെ ഡേ ബൈ ഡേ ആയിട്ട്. എന്തായാലും ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക.